കളിക്കളത്തിലും ട്രാക്കിലുമൊക്കെ ചൂട് പിടിക്കുമ്പോൾ ഇതാ ഇങ്ങ അടുക്കളയിലും കലവറയിലും ഈ ഭക്ഷണശാലയിലും ഒക്കെ എത്താൽ അതിലും ചൂട് പിടിച്ച വിതരണമൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ മന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെ ഇവിടെയുണ്ട്. മിനിസ്റ്ററെ, എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? പിള്ളേർ കേരളത്തിലെ ഏറ്റവും പേര് കേട്ടതാണ്, പ്രശസ്തമാണ് ഈ യൂത്ത് ഫെസ്റ്റിവലിലെ ഫുഡ്. പൊതുവെ കഴിഞ്ഞ വർഷം തൊട്ടാണ് നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സ് തുടങ്ങിയത്. യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കൂട്ട് തന്നെ 22,000 കുട്ടികൾ മാത്രം. പിന്നെ ഒഫീഷ്യൽസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ധാരാളം പേര് അതിലധികം കഴിക്കും. അങ്ങനെ നല്ല ഭക്ഷണം നന്നായി കൊടുക്കുന്ന ഏറ്റവും ഇവിടെ തന്നെ ലൈവായി ഉണ്ടാക്കുകയാണ്, ടേസ്റ്റിയാണ്. പഴയുടെ നമ്പൂതിരിയുടെയാണ് പാചകം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമാണല്ലോ അദ്ദേഹത്തിൻ്റെ പാചകം. നല്ല ഒന്നാന്തരം ഭക്ഷണമാണ്. കുട്ടികൾക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡും കൊടുക്കണം. സ്പോർട്സാണ്, അതെല്ലാം കൊടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ മുട്ടയും പഴവും ഇഡലിയും ഒക്കെയാണ്. ഭക്ഷണം കഴിച്ചത് നല്ല ഭക്ഷണമാണ്. പഴയ മിനിസ്റ്ററുടെ ഒരു ചെറുപ്പകാലഘട്ടത്തിലേ ഇങ്ങനെ സ്പോർട്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ മത്സരങ്ങളിലൊന്നും വലിയ തോതിൽ പങ്കെടുക്കുന്ന ആളല്ല, പക്ഷേ സ്പോർട്സിനോടൊക്കെ താല്പര്യമുണ്ട്. സ്പോർട്സൊക്കെ നമ്മൾ എല്ലാവരും ഏതെങ്കിലും സ്പോർട്സിലൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നവരല്ലേ, അങ്ങനെ താല്പര്യമുള്ളതാണ്. എന്നാൽ മത്സരങ്ങളിലൊന്നും പങ്കെടുക്കുന്ന അങ്ങനെ ഇവരെ പോലൊന്നും മത്സരത്തിലൊന്നും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒളിമ്പിക്സിലും എല്ലാ സ്കൂളിലും ഉണ്ടല്ലോ, എല്ലാ സ്കൂളുകളിലും മത്സരം എല്ലാ കാലത്തും ഉണ്ട്. അപ്പം നമ്മളൊക്കെ ഷൈ ആയിട്ട്, ഞാനൊക്കെ വളരെ ഷൈ ആയിരുന്നു പൊതുവിൽ. അങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ അങ്ങനെ, സത്യം പറഞ്ഞാൽ നമ്മുടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കളിക്കാൻ പിള്ളേർ പോകുമ്പോൾ തന്നെ നിരുത്സാഹപ്പെടുത്തും. അവന് പഠിക്കാനൊന്നുമില്ല, കളിക്കാൻ നടക്കുമെന്ന് പറയും. ഇപ്പം അങ്ങനല്ല, കളിക്കുന്നത് വേണം. എല്ലാവരും സ്പോർട്സും വെൽനെസ്സും, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ വെൽനെസ്സാണ്. അങ്ങനൊരു ബോധം വന്നിട്ടുണ്ട്. ഭക്ഷണമൊക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ ഉറപ്പായിട്ടും ഇല്ല കഴിക്കണം. പക്ഷേ ഇനി ഉച്ചക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം, നല്ല ഒന്നാന്തരം നോൺ വെജ് ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഏതായാലും വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പ്രോട്ടീൻ റിച്ച് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫുഡ് കൺവീനർ നമ്മളെ കൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണ ക്രമീകരണമൊക്കെ? ഭക്ഷണം സാറ് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സന്തോഷം, ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ കുട്ടിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ എത്തി. ഇന്നലെ ഭക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ബീഫ് ഉൾപ്പെടെയുള്ള നോൺ വെജിൻ്റെ ഭക്ഷണമാണ്. ഒരു സമയം ഏകദേശം 16,000 കുട്ടികൾ കഴിക്കും. 2,500 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഭംഗിയായി മുന്നോട്ട് പോകുന്നു. അതാണ്. ഏതായാലും മക്കളൊക്കെ ഇങ്ങനെ രാവിലെ മുതൽ കഴിച്ചത്. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? അതാ ഇഷ്ടപ്പെട്ട കൂട്ടത്തിൽ ഇട്ടൊക്കെ ഉണ്ട്. ഇനി ഉച്ചക്ക് ബീഫും ചോറും ഒക്കെ ഉണ്ട്. ഏതാ മത്സരം കഴിഞ്ഞു? മത്സരം ഏതാ? ഓട്ടം നാളെ മുതലാണല്ലേ? എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാ. ഇഷ്ടപ്പെട്ടോ ഭക്ഷണം? അടിപൊളിയാണോ? ഇഷ്ടമായി? മുട്ടയാണോ ഇഷ്ടമായി? കുട്ടികളൊക്കെ ഈ നാളെ ഇപ്പോൾ പിന്നെ ട്രാക്കുകളിലൊക്കെ ഇങ്ങനെ ഓടി ഉഷാറാവേണ്ട കുട്ടികളാണ്. അപ്പോൾ അവർക്ക് എനർജി നൽകുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുട്ടികളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. വലിയ വിപുലമായ ഒരു സംവിധാനം തന്നെ ഇവിടെ പുത്തരിക്കണ്ടത്ത് ഒരുക്കിയിട്ടുമുണ്ട്. 2,500 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ കഴിയുന്ന സംവിധാനം. അങ്ങനെ നോക്കുമ്പോൾ 20,000-ലധികം കുട്ടികൾ മത്സരത്തിന് തന്നെ എത്തുന്നുണ്ട്. അല്ലാതെ കൂടാതെ എത്തുന്ന ആളുകൾക്കുമൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പുറത്ത് ചൂടേറുമ്പോൾ ഇവിടെയും ചൂട് പിടിച്ച കാര്യങ്ങൾ നടക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂറിൻ, റിപ്പോർട്ടർ തിരുവനന്തപുരം.